ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ക്രൈസ്തവ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലം യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. യുവതീ പ്രവേശന വിഷയം കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാകുമ്പോൾ പത്തനംതിട്ടയിൽ ഇക്കുറി നടക്കുക വീറുറ്റ പോരാട്ടമായിരിക്കും. തിരുവല്ല, ആറന്മുള, കോന്നി, റാന്നി, അടൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന പത്തനംതിട്ടയിൽ 4 നിയമസഭാ സീറ്റുകൾ കൈവശമുള്ള ഇടതുമുന്നണിയാണ് മുന്നിലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. 2009 മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന്റെ ആന്റോ ആന്റണി വിജയിച്ചു. ഇടുക്കി, മാവേലിക്കര മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്ന കാലത്തും വലതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെയാണ് മണ്ഡലത്തിൽ സ്വാധീനം. ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധമായ ഒരു രാഷ്ട്രീയ വിധേയത്വം പുലർത്തുന്നവരല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ പത്തനംതിട്ട ലോക്സഭയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ യുഡിഎഫും എൽഡിഎഫും മാറി മാറി വിജയം വരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്, പ്രസ്താവ്യമാണ്. ആരെയും സ്ഥിരമായി വരിക്കുവാനോ ആരെയും സ്ഥിരമായി സ്വീകരിക്കുവാനോ ഉള്ള ഒരു മനസ്സ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ കാണിച്ചിട്ടില്ല. ആദിവാസി സമൂഹങ്ങളും മലയോര കാർഷിക മേഖലയും നിരവധിയായ ചെറുപട്ടണങ്ങളും മണ്ഡലത്തിന്റെ ഭാഗമാണ്. കൃഷിയും പ്രവാസികളുമാണ് സാമ്പത്തിക അടിത്തറ. ക്രൈസ്തവ ജനസമൂഹം പ്രബല ശക്തിയായ മണ്ഡലത്തിൽ NSS, SNDP എന്നീ ഹൈന്ദവ സമുദായ സംഘടനകൾക്കും സ്വാധീന മേഖലകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ളത് ക്രിസ്ത്യൻ വോട്ടേഴ്സ് തന്നെയാണ്. അപ്പം അതിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലകളിലുള്ളത് കൂടുതലും കാത്തലിക്സിൻ്റെ വോട്ട്സ് വരുന്ന സമയത്ത് തിരുവല്ല സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മർത്തമൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ട, ആറന്മുള ഭാഗങ്ങളിലെല്ലാം തന്നെ ഓർത്തഡോക്സ് മേൽക്കോയ്മ വരുന്നതാണ്. പിന്നെ കൂടുതലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദുസിൻ്റെ വോട്ട്സ്, മുസ്ലിംസിൻ്റെ വോട്ട്സ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു പാർലമെന്ററി നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രാജ്യശ്രദ്ധയാകർഷിച്ച ശബരിമല യുവതീ പ്രവേശ വിഷയം ഇത്തവണ മണ്ഡലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകും. പ്രധാനമന്ത്രി കൊല്ലത്തെത്തിയപ്പോൾ നടത്തിയ പ്രസ്താവനയും പ്രധാനമന്ത്രിയെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിക്കുകയും ചെയ്തതോടെ വീറുറ്റ പോരാട്ടത്തിന് കളം ഒരുങ്ങിയിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.